ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരമായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് കരുതി. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ കയറി. ഞങ്ങൾ നേരെ പോയത് പെട്രോൾ അടിക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് യാത്ര തിരിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു. ബൈപ്പാസ് വഴിയായിരുന്നു ഞങ്ങൾ പോയത്. കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ബൈപ്പാസ് വഴി ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പോയത് കോവളം ബീച്ചിലേക്കായിരുന്നു. കോവളത്ത് മൊത്തം 3 ബീച്ചുണ്ട്. അതിൽ ഞങ്ങൾ ഫസ്റ്റ് പോയത് താഴെ ബീച്ചിലാണ്. താഴെ ബീച്ചിൽ കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ മുകളിലത്തെ ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അടുത്ത ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. ബീച്ചിലോട്ട് പോകുമ്പോൾ കുത്തിനെ നല്ലൊരു ഇറക്കമുണ്ട് ഇവിടെ കോവളം ബീച്ചിൽ. അങ്ങനെ കോവളം ബീച്ചിലെത്തി. അങ്ങനെ ചേട്ടൻ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ടാവാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ബീച്ചിൽ കൂടെ കുറച്ച് നടന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു ടീ കുടിക്കാനായിട്ട് പോയി. അങ്ങനെ ഞാനൊരു ഫ്രൂട്ട് സലാഡാണ് കഴിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തെത്തി. അവിടെ കയറിപ്പോയപ്പോൾ തന്നെ ഒരു ചേച്ചി, കാലുവയ്യാത്ത ഒരു ചേച്ചി ഇരുന്ന് പാട്ട് പാടുന്ന രംഗമാണ് ഞാൻ കണ്ടത് ആദ്യമായി. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം അനവധി ഫുഡ് സ്പോട്ടുകൾ നിറയെ ഉണ്ട്. ബീച്ചിൽ കുതിരസവാരിയുമുണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് കുതിരസവാരി. ഇവിടെ അത്യാവശ്യം കമ്മൽ കളക്ഷൻ ആണെങ്കിൽ ഒട്ടനവധി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ബീച്ചിൽ ചിലവഴിച്ച ശേഷം നേരെ ബേൽപൂരി കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ ബേൽപൂരി വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. നേരെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് തട്ടുകടയിൽ കയറി ദോശയും സാമ്പാറും രസവട ഓംലേറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഞങ്ങളുടെ പട്ടിക്കുട്ടിയുടെ സന്തോഷമാണ് ഈ കാണുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.